മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ യോസഫിൻ്റെ കാരാഗ്രഹവാസത്തിലൂടെ ദൈവം ചെയ്ത വിവിധമായിട്ടുള്ള പദ്ധതികളെയൊക്കെ നാം ഓർക്കുകയായിരുന്നു. ഇന്നും 41 അധ്യായത്തിലേക്ക് നാം തിരിയുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 326 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു ദൈവവചന കേൾവിയിലേക്ക്. നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശാലമായ അനേക കാര്യങ്ങൾ നാം ഇതിനോട് ബന്ധപ്പെട്ട് ഇതിനോടകം പല പ്രാവശ്യം ഓർത്തതാണ്. എന്നാൽ സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ മാത്രം കാര്യമൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. വിവിധമായ വേദഭാഗങ്ങളിൽ നമുക്ക് ഈ അധ്യായങ്ങളിൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 2 വേദഭാഗങ്ങൾ മാത്രം ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. 40 അധ്യായം ഉൽപ്പത്തി പുസ്തകം 8 വാക്യത്തിലേക്ക് വരുമ്പോൾ യോസഫ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് പറയുന്നത് കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായി വന്ന 2 പേരോടാണ്. ഫറവോൻ്റെ അപ്പക്കാരുടെ പ്രമാണിയും ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോടും അദ്ദേഹം പറയുന്ന വാക്കുകൾ കാണുവാൻ കഴിയുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യോസഫ് ഈ 2 പേരോട് പറയുന്നു, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറവീൻ. അതിൻ്റെ അർത്ഥം എന്താ? എന്നോടാണ് നിങ്ങൾ പറയുന്നതെങ്കിലും ആ സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്നത് അതെൻ്റേതല്ല, മറിച്ച് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് തരുന്നത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, എത്ര അനുഗ്രഹീതമായൊരു മാതൃകയാണ്. നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ നമുക്ക് ആത്മീയ നന്മകൾ ഉണ്ടാകുമ്പോൾ, ശുശ്രൂഷകളിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുമ്പോൾ, അത് പലർക്ക് പ്രയോജനപ്രദമായി തീരുമ്പോൾ ഒരിക്കലും നമുക്ക് അഹങ്കരിപ്പാൻ ഒന്നുമില്ല. യോസഫ് ഇപ്പോൾ ഇതാ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ തൻ്റെ സ്വപ്ന വ്യാഖ്യാനമൊക്കെ നടത്തുമ്പോൾ എത്രമാത്രം ഉയർത്തപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഈ സ്വപ്ന വ്യാഖ്യാനം അത് ദൈവത്തിനുള്ളതാ, നിങ്ങൾ എന്നോട് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ മഹത്വമെല്ലാം കർത്താവിന് കൊടുക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്ന യോസഫ് എന്ന ഭക്തനെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തിനാണോ എല്ലാത്തിൻ്റെയും മഹത്വം കൊടുക്കുന്നത്? അതോ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന അനേക നന്മകൾ മറ്റുള്ളവർ കണ്ട് നമ്മളെ സന്തോഷത്തോടെ അഭിനന്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ചില നല്ല വാക്കുകൾ പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള മനോഭാവമാണെങ്കിൽ അത് കർത്താവിന് പ്രസാദമല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാനും കർത്താവ് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ മഹത്വം കർത്താവിൻ്റെ പൊന്നുപാദങ്ങളിൽ വയ്ക്കുന്ന ഉത്തമനായ ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വേദഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 41 അധ്യായം ഉൽപ്പത്തി പുസ്തകം 16 വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. ഇവിടെ യോസഫ് വസ്ത്രമൊക്കെ മാറ്റപ്പെട്ട് കുണ്ടറയിൽ നിന്നിറക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോൻ്റെ മുൻപാകെ കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് സ്വപ്നം കാണുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ളൊരു സ്ഥാനത്തേക്ക് അവൻ വന്നിരിക്കുകയാണ്. മറ്റാർക്കും ലഭിക്കാത്ത എത്രയോ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ഔന്നിത്യത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുഖാന്തരം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഫറവോനോട് താൻ പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ അല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഇവിടെയും സ്വർഗത്തിലെ ദൈവത്തെ ഉയർത്തുകയാണ്. വേണമെങ്കിൽ തനിക്ക് ആ ക്രെഡിറ്റ് മാനുഷികമായി എടുക്കാം. അത് ദൈവപ്രസാദമല്ല, അത് മറ്റൊരു വിഷയം. ദൈവം തീർച്ചയായിട്ടും അതിഷ്ടപ്പെടുന്നതുമില്ല. എന്നാൽ മാനുഷികമായ നിലയിൽ ആരാണെങ്കിലും സ്വയം ഒന്ന് ഉയർത്തുവാനുള്ള സാധ്യത ഏറെയുള്ള ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എന്നാൽ രാജസന്നിധിയിൽ താൻ നിൽക്കുമ്പോൾ എത്ര അനുഗ്രഹീതമായ ദൈവകൃപയുടെ വാക്കുകളാണ് താൻ പറയുന്നത്. ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം തരുമെന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുകയും കർത്താവിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന സ്വഭാവം കൂടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യാനുള്ള നിമിഷങ്ങൾ കൂടെയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ, ദൈവം നമ്മളിലൂടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയം ഒന്ന് ചിന്തിക്കുക. നമ്മൾ ആരുടെ മുൻപിൽ നിർത്തപ്പെട്ടാലും അത് കർത്താവിനാണ്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന ബോധ്യത്തോടെ പെരുമാറാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നാം ദൈവനാമത്തിന് മഹത്വം വരാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ സമയം അതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം. കർത്താവിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതം ശരിയായി തീരുമ്പോൾ അനേകർ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അനേകർക്ക് പ്രയോജനീഭവിക്കുവാൻ നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും നമ്മുടെ ശുശ്രൂഷയുമെല്ലാം മുഖാന്തരമാകും എന്നുള്ളത് മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ തരുവാൻ കഴിയുന്നത്. ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാനായിട്ട് കഴിയത്തുള്ളൂ. മനുഷ്യർ തരുന്ന ഉത്തരങ്ങൾക്ക് പരാജയം സംഭവിപ്പാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ വരുന്നത്? പ്രശ്നങ്ങൾ നിങ്ങളെ സഹായിപ്പാൻ മനസ്സുള്ള, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി തീരുന്ന ആ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവേ, എനിക്ക് അവിടുത്തെ വേണം എന്ന് പറയാനായിട്ട് അങ്ങയ്ക്ക് സാധിക്കുമോ? ക്രിസ്തുവിലൂടെ ദൈവം തമ്പുരാൻ ഒരുക്കിയ ആത്മരക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ക്രിസ്തുവേ അങ്ങൻ്റെ ദൈവമായി തീരണം, അങ്ങൻ്റെ കർത്താവായി തീരണമെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അതിന് സ്വർഗം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.